വിവിധയിടങ്ങളിൽ പൊതുവിദ്യാഭ്യാസ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ആദരവും പഠനോപകരണ വിതരണവും നടന്നു. വിശദാംശങ്ങളിലേക്ക്. തയ്യൂർ യുവതരംഗം കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വായനശാല പ്രസിഡന്റ് KR രാജീവൻ അധ്യക്ഷത വഹിച്ച യോഗം കുന്നംകുളം ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് NB ബിജു ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ജോൺ ജോഫി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ഫ്രാൻസിസ്, ബിന്ദു നന്ദൻ, PH അൻസാർ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി വിൻസെന്റ് സ്വാഗതവും ട്രോഫികൾ സംഭാവന നൽകിയ വൈസ് പ്രസിഡന്റ് രാധാമണി നന്ദിയും പറഞ്ഞു. വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, യൂത്ത് അംഗങ്ങൾ, വനിതാവേദി അംഗങ്ങൾ, ബാലവേദി അംഗങ്ങൾ, ലൈബ്രറിയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വായനശാലയിലേക്ക് വാങ്ങിയ പ്രൊജക്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മം NB ബിജു നിർവഹിച്ചു. ഗുരുവായൂർ തിരുവെങ്കിടം നായർ സമാജത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദരചടങ്ങ് നഗരസഭ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. സമാജം പ്രസിഡന്റ് ബാലൻ വാറനാട്ട് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ മിഗ്നേഷ് മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. അംഗനവാടി മുതലുള്ള 100ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും നൽകി. മാധ്യമപ്രവർത്തകൻ ലജിത് തരകൻ, തിരുവെങ്കിട ജലപതി ക്ഷേത്രസമിതി പ്രസിഡന്റ് പ്രഭാകരൻ മണ്ണൂർ, A സുകുമാരൻ നായർ, ദേവകിയമ്മ വട്ടേക്കാടത്ത്, A കൃഷ്ണേന്ദു, ഉണ്ണികൃഷ്ണൻ ആലക്കൽ എന്നിവർ സംസാരിച്ചു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെയും മികച്ച വിജയം കൈവരിച്ച പ്രതിഭകളെയും ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബുവിന്റെ നേതൃത്വത്തിൽ വീടുകളിലെത്തിയായിരുന്നു ആദരം. 8ാം വാർഡ് മെമ്പർ മിൽന സിൻഡോ, മുൻ മെമ്പർ M ഗിരീഷ്, VD ജേക്കബ്, MA ധർമ്മരാജൻ, സുലൈമാൻ മുഹമ്മദുണ്ണി, VG ഡെയ്സൺ, നോമിസ് C സൈമൺ, സിൻഡോ വെള്ളറ എന്നിവരും പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും നടന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷെൽബിൻ മറ്റം അധ്യക്ഷനായി. DCC സെക്രട്ടറി V വേണുഗോപാൽ പഠനോപകരണ വിതരണം നിർവഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അപ്പു ആളൂർ, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് ഭാരവാഹികളായ അഡ്വക്കേറ്റ് PP നിവാസ്, NA നൌഷാദ്, ജെയ്സൺ ചാക്കോ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സെബീന റിറ്റോ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി അനൂപ് ജോസഫ് എന്നിവർ സംസാരിച്ചു. BJP കണ്ടാണശ്ശേരി പഞ്ചായത്ത് 7ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂനമുച്ചി ലാവിഷ് ആർക്കേഡിൽ നടന്ന ചടങ്ങ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. BJP കണ്ടാണശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുമേഷ് അധ്യക്ഷനായി. പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് MR വിശ്വൻ, ജനറൽ സെക്രട്ടറി ബിജു പട്ടിയാമ്പുള്ളി, ന്യൂനപക്ഷ മോർച്ച പാവർട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി ജോസഫ് തലക്കോട്ടൂർ, മുതിർന്ന നേതാവ് സുധാകരൻ മത്രംകോട്ട് എന്നിവർ സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മേഖലയിലെ 50ഓളം വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പാർട്ടി പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു. നെല്ലുവായ് V1 ക്ലബിന്റെ നേതൃത്വത്തിൽ നെല്ലുവായ് ഗ്രാമീണ വായനശാലയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് ഹെഡ്മിസ്ട്രസ് പ്രൈംസി ടീച്ചർ നിർവഹിച്ചു. റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു. ക്ലബ് പ്രസിഡന്റ് വിനോദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സജീഷ് സ്വാഗതവും വേണു നന്ദിയും പറഞ്ഞു. പന്നിത്തടം INTUC ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ മക്കളിൽ പരീക്ഷാ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന ചടങ്ങ് കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റും തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായ K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി അക്ബർ അലി സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് OS വാസുദേവൻ, ട്രഷറർ സലാം വലിയകത്ത്, യൂണിയൻ ലീഡർ ഷൈജൻ, പൂൾ ലീഡർ CV ജോസ്, ഓഫീസ് സെക്രട്ടറി അച്യുതൻ നായർ എന്നിവർ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നാടിന്റെ യുവതലമുറയെ നേരിന്റെ നേർവഴിയിലേക്ക് നയിക്കാൻ ഗ്രാമീണ വായനശാലകളുടെ പങ്ക് നിർണായകമെന്ന് കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ. പെരുന്തുരുത്തി ജ്ഞാനോദയം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നടന്ന ആദരണീയം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് സജി പെരുന്തുരുത്തി അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി ഷഹന പെരുന്തുരുത്തി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ് മുഖ്യാതിഥിയായിരുന്നു. വായനശാല ഭാരവാഹികളായ അക്ഷയ്, നിതിൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ശ്രീരാമ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ കീഴൂർ ചിറളയം മേഖലകളിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അന്തരിച്ച മുരളി മാസ്റ്റർ, ശാരദാമ്മ എന്നിവരുടെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് ഏറത്ത് ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സേവാഭാരതി കുന്നംകുളം പ്രസിഡന്റ് V ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. മുരളി വെള്ളിത്തിരുത്തി മുഖ്യപ്രഭാഷണം നടത്തി. മുരളി മാസ്റ്ററുടെയും ശാരദാമ്മയുടെയും മകൻ അജിത് കുമാർ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ശ്രീരാമ സേവാ സമിതി പ്രസിഡന്റ് രാജൻ ഏറത്ത് അധ്യക്ഷത വഹിച്ചു.
BJP നേതാക്കളായ MV ഉല്ലാസ്, PJ ജെബിൻ, മഹേഷ് തിരുത്തിക്കാട്, രാജേഷ് മാമ്പുള്ളി, രേഷ്മ സുനിൽ, യദുകൃഷ്ണൻ, സുനീഷ് പാറപ്പുറത്ത് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ ഹയർ സെക്കൻഡറി ബോട്ടണി അധ്യാപകരുടെ സംഘടനയായ ടീച്ചേഴ്സ് അസോസിയേഷൻ ഓഫ് ബോട്ടണിയുടെ നേതൃത്വത്തിൽ +2 പരീക്ഷയിൽ ബയോളജി വിഷയത്തിൽ മുഴുവൻ മാർക്ക് നേടിയവരെ അനുമോദിച്ചു. ബയോനോവ 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ 208 വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം സമ്മാനിച്ചു. +2 ബയോളജി പരീക്ഷയിൽ മുഴുവൻ മാർക്കു നേടിയ KR ആര്യയ്ക്ക് പ്രത്യേക പുരസ്കാരം നൽകി അനുമോദിച്ചു. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ ആൽഫ്രഡ് ജോ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് PA ജെയിൻ അധ്യക്ഷനായി. സെക്രട്ടറി VA ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റുമാരായ S അനീഷ്, CA നിഷ, ജോമി P ജോബ്, മഞ്ജു M രാഘവൻ, ട്രഷറർ ലിബി തോമസ് K, റിട്ടയർഡ് അധ്യാപക പ്രതിനിധി ഷെർലി ജേക്കബ്, മാസ്റ്റർ ആരോൺ P ആൽവിൻ എന്നിവർ സംസാരിച്ചു. ആദൂർ ഗഫൂർ ക ദോസ്ത് യൂട്യൂബ് ചാനലിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ ആദരിച്ചു. ട്രെയിനർ അക്ബർ അലി വെള്ളത്തേരി മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. സംഘടനാ സമിതി ഭാരവാഹികളായ AS മൈദു, IM സജീർ, NA റാഫി, VK നസീർ, റഹീം ആദൂർ, PA ഷബീർ എന്നിവർ നേതൃത്വം നൽകി.